ഹായ് ഫ്രണ്ട്സ്, മലയാളികളുടെ ഒരു ഫേവറേറ്റ് വിഭവമായ മലബാർ ചിക്കൻ ദം ബിരിയാണിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന കിഡ്ലൻ ബിരിയാണി. ജീരകശാല അരി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ ബിരിയാണി തയ്യാറാക്കാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, ദിസ് is Asna Jasmin. വെൽക്കം ടു മൈ വീഡിയോ. ഞാനിവിടെ 1 കിലോ ചിക്കൻ ഉപയോഗിച്ച് 6 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. പ്രിപ്പറേഷൻ ഈസി ആക്കാനായിട്ട് ഞാൻ ഇതൊന്ന് 3 സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചിക്കൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കിയെടുക്കാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് റൈസും ചിക്കനും ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ്റെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു 10-12 വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു 8 പച്ചമുളകും മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും പിന്നെ നമ്മൾ ഒരു 2.5 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊരു 10 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ചെറിയ പീസായിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു 12 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ചിക്കൻ എപ്പോഴും ഒരു 1.5 കിലോയിൽ താഴെയുള്ള ചിക്കൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ മസാല തയ്യാറാക്കാനുള്ള ഐറ്റംസ് റെഡിയാക്കാം. ഇനി അടുത്തതായിട്ട് ചിക്കൻ്റെ മസാല തയ്യാറാക്കുന്നതിനായി ഒരു പാത്രത്തിൽ ഞാനൊരു 3 സവോള അരിഞ്ഞതും ഒരു 2 തക്കാളി അരിഞ്ഞതും പിന്നെ നമ്മൾ നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും പിന്നെ ഒരു 1/2 കപ്പ് തൈരും പിന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് നന്നായി കൈ കൊണ്ട് കുഴച്ചെടുക്കുകയാണ്. നമ്മളിത് വഴറ്റൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ കുഴച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് കുക്കായി വരാനായിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് വേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നേരത്തെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ചിക്കൻ നന്നായിട്ട് കുക്കായതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് കുതിർക്കാൻ വെക്കാം. അതിനുശേഷം നമുക്ക് നന്നായി കഴുകി വെള്ളം ഊറ്റി കളഞ്ഞ് മാറ്റി വെക്കണം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള മറ്റു കാര്യങ്ങൾ കൂടി റെഡിയാക്കാം. ഞാനിവിടെ റൈസ് റെഡിയാക്കാനുള്ള പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് കാഷ്നട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇത് നമ്മുടെ ബിരിയാണി അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഈ കാഷ്നട്ടും കിസ്മിസും ഒരു ബ്രൗൺ നിറമാവുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് അടുത്തത് ബിസ്ത റെഡിയാക്കണം. ബിസ്ത എന്ന് വെച്ചാൽ നമ്മൾ സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതിനാണ് കേട്ടോ. ഇനി നമുക്ക് ഈ സെയിം പാത്രത്തിലേക്ക് ഒരു 100 ml സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഈ സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സവാള നന്നായിട്ട് കനം കുറച്ചാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഈ സവാള നല്ലൊരു ബ്രൗൺ നിറമാവുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു 100 ml നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് ബിരിയാണി മസാലകൾ, അതായത് 5 ഗ്രാമ്പൂ, 2 പീസ് കറുവാപ്പട്ട, പിന്നെ ഒരു 5 ഏലയ്ക്ക, പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടി ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ച നമ്മുടെ റൈസ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒരു 5 to 8 മിനിറ്റ് നേരം നന്നായി വറുക്കണം കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ റൈസ് ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കാരണം റൈസ് കരിഞ്ഞു പോകും. ഇത് നന്നായി വരന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള അളവിലാണ് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പം വെള്ളം തിളച്ചിട്ട് അരിയുമായി സമമായിട്ട് വരും. ഇനി നമുക്ക് ഇതൊരു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ റൈസൊക്കെ ബ്രേക്ക് ആയി പോകും, പിന്നെ അതൊരു കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പായ റൈസും ചിക്കനും ഒന്ന് ദം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ദം ചെയ്യാനുള്ള പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെയായിട്ട് മൊത്തം റൈസിൻ്റെ ഒരു 1/3 ഭാഗം നിരത്തിയ ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കളറിന് വേണ്ടിയിട്ട് ഞാനൊരു നാരങ്ങ നീര് എടുത്തിട്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിക്ക് പകരം ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഞാനിവിടെ 3 ലെയർ റൈസും 2 ലെയർ ചിക്കനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് ചിക്കൻ്റെ മസാല ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ നമ്മൾ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കണം. ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മല്ലിയിലയും പുതിനയിലയും പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കളറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ നമുക്ക് അടുത്ത ലെയർ കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ഞാനിവിടെ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് നന്നായി ടൈറ്റായിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് കരിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ അടിയിലൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെയായിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ദം ചെയ്ത റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ദം ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ തുറന്നത്. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. എന്താ പറയുക, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്ര സ്മെല്ല് വരും. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ബിരിയാണി ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സോ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.